കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛാ, എന്താ മോളെ? അച്ഛാ, ദേ അച്ഛാ, ദാ ജഗന്നാഥ് സാർ വിളിക്ക. ജഗന്നാഥ സാറോ? ഈശ്വര. എന്താ ജഗന്നാഥ? വാസുവേട്ടാ, ജയന്തി എന്നെ വിളിച്ചിരുന്നു. വിഷ്ണുവിന്റെ നമ്പർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ശ്യാമയ്ക്ക് വിഷ്ണുവിനോട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. മോള് വിഷ്ണുവിന് നമ്പർ വേണമെന്ന് പറഞ്ഞു. ഞാനോ? എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് അതിനകത്ത് യാതൊരു മനസ്സറിവും ഇല്ല ജഗന്നാഥ. നമ്പർ തരുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ പിന്നീട് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരിട്ടായിക്കോണം. ജഗന്നാഥൻ തെറ്റിദ്ധരിച്ചതാ. ഞാനോ എൻ്റെ മോളോ നമ്പർ ചോദിച്ചിട്ടില്ല. അപ്പോ വാസുവേട്ടൻ അറിയാതെയാണോ മരുമോൾ എന്നെ വിളിച്ചത്? അവളൊരു എടുത്തിയാട്ടക്കാരിയാ. ജഗന്നാഥന് മാനസിക ബുദ്ധിമുട്ടുണ്ടായതില്ലേ ഞാൻ ക്ഷമയൊതുക്കിയ ജഗന്നാഥ. ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ല. ആര് പറഞ്ഞിട്ടാ നീ ജഗന്നാഥനെ വിളിച്ച് വിഷ്ണുവിന്റെ നമ്പർ ചോദിച്ചേ? ചോദിച്ച കേട്ടില്ലടി? അതെ, എന്റെ ഒരു കൂട്ടുകാരി മെൻസിന്റെ ഷർട്ടിന്റെ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ ആവശ്യം വരുമല്ലോ. അവൾക്ക് അവരുടെ നമ്പർ കൊടുക്കാന്ന് കരുതി. വെറുതെ നോണ പറഞ്ഞ് സമയം കളയണ്ട. പിന്നെ ഈ വിവാഹം ജഗന്നാഥന്റെ ഉത്തരവാദിത്തത്തിലാണ് നടക്കുന്നത്. അത് മുടക്കാൻ വേണ്ടി നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടായ പിന്നെ മോളെ നീ വീട്ടിൽ കാണത്തില്ല. എന്നാ ചെല്ല്. എന്തിനാ ചേട്ടത്തോട് ദേഷ്യപ്പെടുന്നേ? സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ മോളെ. വീട്ടിനുള്ളിൽ തന്നെ കല്യാണം മുടക്കലുണ്ടായ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ മോളെ. അമ്മേ, മാറി നിൽക്കടാ. എന്റെ വസുന്ധര അമ്മ ഒന്ന് ക്ഷമിക്ക്. നീ പോയടാ. ദേ, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു കരുതി ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ. അതേടാ, ഞാൻ വെട്ടുപോത്താ. നിങ്ങളോടൊക്കെ ഞാൻ ആ രീതിയിൽ പെരുമാറണമായിരുന്നു. എങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. സ്നേഹിക്കാനും വഴക്ക് കൂടാനും എനിക്ക് എന്റെ അമ്മയല്ലേ ഉള്ളൂ. ഓട്ടെ വസുന്ധര അമ്മേ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ഷമിച്ചോളാം. ഇനിയിപ്പോ ദേഷ്യപ്പെട്ട നീ കാല് പിടിച്ച് ക്ഷമ പറയണോ? അതിനും റെഡിയാ. എന്താടാ? എന്നാലും നീ എന്നോട് മനസ്സ് വേദനിപ്പിച്ചതിന് സോറി. നിന്നെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു ചിന്ത പോലും മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു സാഹചര്യത്തിൽ നിന്നെ കണ്ടപ്പോ ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചില്ല. എന്റെ മോനൊരു മാനക്കേട് സംഭവിക്കരുതെന്നാണ് ഞാൻ ആലോചിച്ചത്. ആരെങ്കിലും പറയുന്ന കേട്ട് നമ്മൾ ഒരാളെ വിലയിരുത്താൻ പാടില്ലമ്മേ. ഇനി നീ ആ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട.
നീയും നക്ഷത്രം തമ്മിലുള്ള വിവാഹം അതാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതെത്രയും വേഗം നടത്തണം. നോക്ക്, വിവാഹം വരെ ഇനി നീ മറ്റൊരു കാര്യത്തിലും ഇടപെടണ്ട. ഇവിടെ നടന്ന സംഭവങ്ങളും ശ്യാമയും ഒരു കരടായിട്ട് പോലും ഇനി നിന്റെ മനസ്സിലുണ്ടാവരുത്. വിഷ്ണുവിന്റെ നമ്പർ തരാന്ന് പറഞ്ഞ ജയന്തി ഇതുവരെ വിളിച്ചില്ലല്ലോ മമ്മി. അവൾ എങ്ങനെയെങ്കിലും നമ്പർ തപ്പിയെടുത്ത് നമുക്ക് തരും. അത്രയ്ക്ക് വലിയ ഓഫറല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നാലും സ്വർണവളാന്ന് പറയണ്ടായിരുന്നു അല്ലേ? അതിത്തിരി കൂടിപ്പോയി. നമ്മളൊരു ജോലിക്കാരിയെ ശമ്പളത്തിന് വെച്ചാൽ എത്ര രൂപ കൊടുക്കണം? 5-8 മാസമായി ജയന്തി നമുക്ക് വേണ്ടുന്ന വിവരങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയല്ലേ. അവൾക്കും ഒരു സന്തോഷമാവട്ടെ. ജയന്തിയാ, ഞാൻ പറഞ്ഞില്ലേ അവള് വിളിക്കുമെന്ന്. ജയന്തി, നമ്പർ കിട്ടിയോ? എന്റെ നമ്പർ ചീറ്റിപ്പോയി മാഡം. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി. ഇവിടെ അച്ഛന്റെയോ അരവിന്ദേട്ടന്റെയോ കയ്യിലൊന്നും വിഷ്ണുവിന്റെ നമ്പർ ഇല്ല. മകളെ വിവാഹം ചെയ്ത് അയക്കുന്ന വീട്ടുകാരുടെ നമ്പർ വാസുദേവന്റെ കയ്യിലില്ലേ? ഇല്ലെന്നേ. ആ നമ്പര് ജഗന്നാഥൻ സാറിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്തായി? അതെ, മാഡവും ജഗന്നാഥൻ സാറുമായി നല്ല പരിചയത്തിലല്ലേ? എന്തെങ്കിലും കാര്യം പറഞ്ഞ അദ്ദേഹത്തെ വിളിച്ച് നമ്പർ ചോദിക്കേ. മാഡം ചോദിച്ച തരും. എന്താ ചെയ്യണ്ടെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഇതൊക്കെ നിന്നെ ഏൽപ്പിച്ച എന്നെ വേണം പറയാൻ. അല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി. കൂടുതലൊന്നും പറയണ്ട, വച്ചിട്ട് പോ. അങ്ങനെ ഇപ്പൊ കിട്ടുമെന്ന് കരുതിയ സ്വർണ്ണവളയും ഗോവിന്ദ. ഇനിയിപ്പൊ എന്താ ഒരു മാർഗം മമ്മി? ജഗന്നാഥൻ അത്രയ്ക്കും വേണ്ടപ്പെട്ട ആളാണ് വിഷ്ണു. അയാൾ പറഞ്ഞാൽ അതവൻ അനുസരിക്കും. ജഗന്നാഥനെ മറികടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജഗന്നാഥന്റെ അത്ര അടുത്ത കക്ഷിയാണെങ്കിൽ ശ്യാമയും അഖിലും തമ്മിൽ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ കല്യാണത്തിന് സമ്മതിക്കൂ? നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തിട്ട് അഖിലുമായി ശ്യാമയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയാള് വിശ്വസിക്കും. കല്യാണത്തിൽ നിന്ന് വിഷ്ണുവിനെ ജഗന്നാഥൻ സാറ് പിന്തിരിപ്പിക്കും. അതൊരു സാധ്യതയാ. എന്തായാലും മറ്റൊരു നമ്പറിൽ നിന്ന് മമ്മി വിളിച്ചാൽ മതി. ഒരു കാരണവശാലും നമ്മളെ അവര് സംശയിക്കരുത്. എന്റെ ശബ്ദം കേട്ടാ ജഗന്നാഥൻ തിരിച്ചറിയും. അത് കുഴപ്പമില്ല മമ്മി. വോയിസ് ചേഞ്ച് ചെയ്യാവുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിലൂടെ വിളിച്ചാ മതി. ഞാനതിപ്പോ തന്നെ ഈ ഫോണിൽ റെഡിയാക്കി തരാം. ഈ നമ്പർ ആർക്കും അറിയില്ലല്ലോ. ഹലോ, ജഗന്നാഥൻ സാറല്ലേ? അതെ, ഞാനൊരു ഇൻഫോമറാ. ഇൻഫോമറുടെ പേരെന്താ? സോറി, അത് പുറത്തു പറയാൻ പറ്റില്ല. അതെന്താ, പുറത്ത് പറയാൻ കൊള്ളാത്ത പേരാണോ? അല്ല, വെളിപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളൊരു ചതിയിൽ പെടരുത് എന്ന് പറയാനാണ് വിളിച്ചത്. എന്ത് ചതി? നിങ്ങളുടെ ബന്ധുവിനെ കൊണ്ട് ശ്യാമ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലേ? പക്ഷേ ശ്യാമയ്ക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവള് നിങ്ങളുടെ ആരാ? അവളൊരു ദുർനടപ്പുകാരിയാ. പണക്കാരൻ പയ്യന്മാരുമായാണ് ശ്യാമയ്ക്ക് ബന്ധം. കാഴ്ചയിൽ പാവമാണെന്നൊക്കെ തോന്നും, പക്ഷേ കയ്യിലിരിപ്പ് മോശമാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വിവാഹം മുടക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? നിങ്ങൾ കൊണ്ടുവന്ന പയ്യൻ ചതിക്കപ്പെടരുത്. അവൾക്ക് ആനന്ദവർമ്മയുടെ മകൻ അഖിലുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. തെളിവുകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ വാട്സപ്പിലേക്ക്
ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് തീരുമാനിക്കേ. എന്നിട്ടും നിങ്ങൾ ഈ വിവാഹം നടത്തണം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ പയ്യന്റെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. ഇതെടുക്കാൻ അവര് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ വിളിച്ചതാരാണെന്ന് മായയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? ശ്യാമയുടെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, അരുന്ധതിയും മോളും. ഇപ്പൊ വിളിച്ചത് അരുന്ധതി ഏർപ്പെടുത്തിയ ആരോ ആണ്. അരുന്ധതി കടുവയാണെങ്കിൽ ആ കടുവയെ പിടിക്കുന്ന കിടുവയാണ് നമ്മളെന്ന് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അഖിലും ശ്യാമയും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അരുന്ധതി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാനും അത് വിവാഹത്തിലെത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ശ്യാമയും അഖിലും തമ്മിലുള്ള വിവാഹം നടക്കണം. അതിന് നമ്മൾ ഈ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന. ഈ പോക്ക് കണ്ടിട്ട് അതിനുള്ള വഴി അരുന്ധതി തന്നെ തെളിച്ചു തരുമെന്ന് തോന്നുന്നു. എങ്കിൽ നമ്മുടെ ജോലി അത്രയും കുറഞ്ഞില്ലേ? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ പാവം അരുന്ധതിക്ക് അറിയില്ലല്ലോ. അവര് കഥയറിയാതെ ആട്ടം നടത്തട്ടെ. എന്റെ പേരിൽ ഈ വീട്ടിൽ ആരും സങ്കടപ്പെടല്ലേ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നമ്മളെ എന്തിനാ ഈശ്വരൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാലോ. അത് അഖിൽ സാറിന്റെ വീട്ടുകാർ കൂടി തോന്നണേ. കണ്ണന്റെ ഭക്തർക്ക് കഷ്ടപ്പാടുകൾക്കൊടുവിലെ സന്തോഷം കൊടുക്കൂ ദേവകി. എന്നാലും ശ്യാമയുടെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ ജയന്തിയും കൂടെ കൂട്ടു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ ഒരു വിഷമം. ഇതേപോലെയുള്ള ശല്യങ്ങൾ ഇവിടെ കൂടുതലാണെങ്കിൽ ശ്യാമയെ ജഗന്നാഥന്റെ വീട്ടിൽ നിർത്തി അവിടെ വെച്ച് കല്യാണം നടത്താമെന്ന് അയാൾ പറയുന്നേ. വാസുവേട്ടന്റെ എത്ര തലമുറകൾ ജീവിച്ചതാ ഇവിടെ. ഈ ക്ഷേത്രം വിട്ട് മറ്റൊരു ജീവിതം നമുക്കുണ്ടോ? ഇന്നും നിനക്ക് വേണ്ടി പാടുന്നതാവാ ഞാൻ. നിനക്ക് വേണ്ടി ചന്ദന അരയ്ക്കുന്ന കൈകളായത്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിന്റെ സഹായം എനിക്ക് വേണം കൃഷ്ണ. ശ്യാമയുടെ വിവാഹം നാട്ടുകാരുടെയും ബന്ധുക്കളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് നടത്തണമെന്ന എന്റെ ആഗ്രഹം. ആഘോഷപൂർവ്വം നമ്മുടെ മോടെ കല്യാണം. ഞാൻ എന്നും കാണുന്ന സ്വപ്നം അത്. പക്ഷേ അവിടെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോ വല്ലാത്തൊരു ചങ്കടിപ്പാ. ഇപ്പൊ കല്യാണം മുടക്കാനുള്ള ശ്രമങ്ങളേ ഉള്ളൂ. അത് നടക്കാതെ വരുമ്പോ അവളെപ്പറ്റി നാട്ടില് മോശമായിട്ട് പറഞ്ഞു പരത്താൻ തുടങ്ങും. അതിനു മുൻപ് ജഗന്നാഥനോട് പറഞ്ഞ് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ശ്യാമയുടെ കല്യാണം നടത്തണം. നടത്താം. ശ്യാമയുടെ സാന്നിധ്യത്തിലാ ഈ ശബ്ദം ഞാൻ കേട്ടത്. എനിക്ക് അപകടം സംഭവിച്ചപ്പോഴൊക്കെ എന്നെ രക്ഷിച്ചതും ഏതോ ഒരു പെൺകുട്ടിയാ.
ഇതൊക്കെ കേട്ടത് ഈ ശബ്ദമായിരുന്നോ? അതൊരു പക്ഷേ ശ്യാമയായിരിക്കോ കണ്ണ? ആ സാഹചര്യങ്ങളിലൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ശ്യാമയാണെങ്കിൽ ഇതും അവളുടേതാ. ആ പാദസരത്തിൽ നിന്നും അഴിഞ്ഞുപോയ മണികൾ. ഇത് ശ്യാമയുടെ പാദസരത്തിലേതാണോന്ന് നാളെ തന്നെ ഉറപ്പാക്കണം. ശ്യാമ, ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്തിന്? എനിക്ക് ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. ഇനി കാണരുതെന്ന് ശ്യാമ പറഞ്ഞതാ. കാണേണ്ട ആവശ്യം എനിക്കുണ്ടായി. രാവിലെ അമ്പലത്തിൽ വരുമെന്ന് എനിക്കറിയാം. അതാ കാത്തുനിന്ന്. വാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ടെറസിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ശ്യാമയാ. അതേപോലെ പല അപകടഘട്ടങ്ങളിലും ശ്യാമയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എന്റെ രക്ഷകയായി. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങുകൾ നടന്ന ദിവസത്തിലുണ്ടായ തീപിടുത്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതും ശ്യാമയല്ലേ? അത് ഞാനല്ല. അല്ലേ? അല്ല. ഇത് ശ്യാമയുടേതല്ലേ? ഇത് ശ്യാമയുടെ കുരിശിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. കിട്ടിയത് എന്റെ റൂമിൽ നിന്നും. സത്യം ഈ കണ്ണുകൾ പറയുന്നുണ്ട്. ഈ ശബ്ദത്തിന്റെ ഉടമയാ ഞാൻ ഇത്രയും ദിവസം മനസ്സുകൊണ്ട് തിരഞ്ഞത്. ഞാൻ നുണ പറഞ്ഞതിന് ക്ഷമിക്കണം. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിന്റെയൊക്കെ പിന്നില് മറ്റൊരു ഉദ്ദേശമില്ല. ആര് പറഞ്ഞു ഉദ്ദേശമുണ്ടെന്ന്? അഖിൽ സാറ് തെറ്റിദ്ധരിച്ചാലെന്ന് കരുതിയാ ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്തിന്? മറ്റുള്ളവർ കരുതുന്ന പോലെ എന്തെങ്കിലും ഒരു ബന്ധം നമ്മുടെ ചിന്തയിൽ പോലുമില്ല. എന്താ തനിക്കുണ്ടോ? പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്ന? അറിഞ്ഞോ അറിയാതെയോ താൻ എന്നെ രക്ഷിച്ചു, സഹായിച്ചു. അപ്പോ ശ്യാം എനിക്കാരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്താ നമുക്ക് നല്ല കൂട്ടുകാരായിക്കൂടെ? ഇനിയെങ്കിലും ഈ ടെൻഷൻ മാറ്റി ഒന്ന് ചിരിക്കടോ. തന്റെ വിസ്മയുടെ പാട്ടിനേക്കാളും മനോഹര തന്റെ ഈ പുഞ്ചിരി. കഴിഞ്ഞതെല്ലാം നമുക്ക് മാച്ചുകളയാം. ഇന്നു മുതല് നമ്മൾ ഫ്രണ്ട്സാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് ശ്യാമ കൂടെ ഉണ്ടാവണം. എന്താ നഷ്ടപ്പെട്ട കുൽസമണികൾ ഇതാ പാദസരത്തോട് ചേർത്ത് വെച്ചോളൂ.
സീ യു.